The isometric projection of hemisphere and sphere combination അതിൻ്റെ ഒരു ഡയഗ്രാമാണ്. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, പിന്നെ അതിൻ്റെ ഐസോമെട്രിക് ഫിഗറാണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഐസോമെട്രിക് വ്യൂ അല്ല. എ സ്പിയർ diameter 40 mm is placed centrally on the flat face of a hemisphere of diameter 60 mm. Draw the ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ദി കോമ്പിനേഷൻ. അതായത് ഒരു ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ, ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ സ്പിയറിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ മുകളിൽ ഒരു സ്പിയർ പ്ലേസ് ചെയ്തു. അതായത് നമ്മളതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. അതായത് 60 mm ഡയമീറ്ററുള്ള സ്പിയർ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഒരു സർക്കിൾ പോലെ ആണ്. ഓക്കെ, ആ സർക്കിളിനെ പകുതിയായിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് ഹെമിസ്ഫിയർ ആവും. ഓക്കെ, അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് താഴെ കാണിച്ചിരിക്കുന്ന ആ വലിയൊരു പകുതിയായിട്ട് നിൽക്കുന്ന ഒരു ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ 40 mm ഡയമീറ്ററുള്ള ഒരു സ്പിയർ എടുത്ത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സെൻട്രലി പ്ലേസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് അതിൻ്റെ നടുക്കായിട്ട് കേട്ടോ, അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഐസോമെട്രിക് വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം, അല്ല ഐസോമെട്രിക് പ്രൊജക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷനാണ് വരയ്ക്കേണ്ടത്. പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ എല്ലാ ഡിസ്റ്റൻസുകളെയും 0.82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ താഴത്തെ ആ ഹെമിസ്ഫിയർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ 60 ആണ്. ഓക്കെ, മുകളിലത്തെ സ്പിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 40 ആണ് അല്ലേ. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ രണ്ടും സെമി സർക്കിളും സർക്കിളുമായിട്ട് കാണുന്നത്. വലിയ സെമി സർക്കിളും ചെറിയ സർക്കിളുമായിട്ട് കാണുന്നത്. നമുക്ക് ആദ്യം ഹെമിസ്ഫിയർ വരയ്ക്കണം. ഹെമിസ്ഫിയർ വരയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് കാണിച്ചതേ ഉള്ളൂ. ഓരോ ഫേസസിൽ സർക്കിൾ വരുന്ന ആ ഫോം, ടോപ്പ് സൈഡൊക്കെ വരുന്ന സൈഡ്, അല്ലെങ്കിൽ എന്തായിരിക്കും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലൊക്കെ വരുന്ന ഓരോ ഫേസസ് വരുന്നതിൻ്റെ എന്തായിരിക്കും ഫോം ഓഫ് എന്തായിരിക്കും സർക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കത് എലിപ്റ്റിക്കൽ മോഡലായിട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ താഴത്തെ 60 mm ഡയമീറ്ററുള്ള ഹെമിസ്ഫിയറിൻ്റെ ഫ്ലാറ്റ് സർഫസ് ആദ്യം വരയ്ക്കുന്നത്. ഫ്ലാറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ സ്പിയർ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ സ്ഥലം അല്ലേ. അപ്പോൾ സ്പിയർ പ്ലേസ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ സ്പിയറിൻ്റെയും ആ ഹെമിസ്ഫിയറിൻ്റെ ഇടയിൽ വരുന്ന ഒരു പോർഷൻ, അതായത് ഹെമിസ്ഫിയറിൻ്റെ മുകളിലത്തെ ആ ഫ്ലാറ്റ് സർഫസ്. അപ്പോൾ നമുക്ക് 60 mm ഡയ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ 60 × 0.82 ചെയ്ത ഡിസ്റ്റൻസ് ആണ് എന്തായിരിക്കും നമ്മൾ 30 ഡിഗ്രിയിൽ ഒരു സ്ക്വയർ പോലെ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് എന്തായിരിക്കും, നമുക്ക് ആദ്യം അതിൻ്റെ ഫ്ലാറ്റ് സർഫസ് എന്തായിരിക്കും ഒരു എലിപ്റ്റിക്കൽ മോഡൽ കിട്ടണം. കാരണം വെച്ചാൽ ഹെമിസ്ഫിയർ ആണെങ്കിലും അതിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സർഫസ് ആണെങ്കിലും എന്തായിരിക്കും സർക്കിളാണ് അല്ലേ. അത് ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്കോ വ്യൂവിലോട്ടൊക്കെ വരുമ്പോൾ എങ്ങനെ ഇരിക്കും, ഒരു എലിപ്റ്റിക്കൽ മോഡലാവും. അപ്പോൾ നമ്മൾ 60 × 0.82 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലാണ് ആ സ്ക്വയർ വരച്ചിരിക്കുന്നത് 30 ഡിഗ്രി ആംഗിളിൽ. എന്നിട്ട് അതിനുള്ളിൽ സാധാരണ നമ്മൾ സിലിണ്ടറിൻ്റെ ഒക്കെ വരയ്ക്കുന്ന പോലെ തന്നെ എന്തായിരിക്കും സർക്കിളായിട്ടുള്ള എല്ലാ ഷേപ്പും എലിപ്റ്റിക്കലായിട്ടാണ് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറഞ്ഞാൽ എലിപ്റ്റിക്കൽ മോഡൽ ഇതുപോലെ കിട്ടും. ഓക്കെ, നമ്മൾ സാധാരണ സിലിണ്ടറിന് എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് പോർഷൻ ബോട്ടം പോർഷനൊക്കെ വരയ്ക്കത്തില്ല, അതുപോലെ തന്നെ എന്തായിരിക്കും നമുക്കൊരു എലിപ്റ്റിക്കൽ ഷേപ്പ് കിട്ടും. എന്നിട്ട് നമുക്ക് എന്തായിരിക്കും ആ എലിപ്സിൻ്റെ സെൻറ്ററിൽ നിന്ന് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബോട്ടം പോർഷൻ ഉണ്ട് ക്രൂഡായിട്ടുള്ള, അതും കിട്ടും. അപ്പോൾ നമ്മുടെ ഹെമിസ്ഫിയർ എന്നുള്ള കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ കറക്റ്റ് എൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ഹൈറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പം കിട്ടിയിരിക്കുന്ന ഹെമിസ്ഫിയർ ഉണ്ട് അല്ലേ, അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ആക്സിസ് കടന്നു പോകുന്ന ആ പോയിൻറ്റിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യും. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.82 × 40 ആയിരിക്കും. അതായത് മുകളിൽ വെച്ചിരിക്കുന്ന സ്പീക്കറിൻ്റെ 40 അല്ല 20 ആയിരിക്കും കേട്ടോ. 0.82 × 20 എന്ന് പറയുന്ന റേഡിയസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായിരിക്കും 0.82 × 20 എന്ന് പറഞ്ഞാൽ ആ സ്പിയറിൻ്റെ റേഡിയസ് കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്കൊരു സെൻറ്റർ കിട്ടും. ആ സെൻറ്റർ കൺസിഡർ ചെയ്തുകൊണ്ട് ആ സെൻറ്ററിൽ കോമ്പസ് കുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 40 mm ഡയാൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ സ്പിയർ നമുക്ക് എപ്പോഴും ഒരു സർക്കിളായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. ഐസോമെട്രിക് പ്രൊജക്ഷനിലാണേലും വ്യൂവിലാണേലും. ഇത് പ്രൊജക്ഷനാണ്. പ്രൊജക്ഷനിൽ അതിൻ്റെ ഡയമീറ്റർ കൺവേർട്ട് ഒന്നും ചെയ്യണ്ട. ഓക്കെ, അതായത് എന്തായിരിക്കും ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഹൈറ്റ് കാണിച്ചിട്ടുണ്ട് അവിടെ അല്ലേ, ആ സ്പിയർ വരയ്ക്കാൻ വേണ്ടിയുള്ള സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഡിസ്റ്റൻസ് മാത്രം നിങ്ങൾ 0.82 × സ്പിയറിൻ്റെ റേഡിയസ് 20 വെച്ച് കണ്ടുപിടിക്കുന്ന സെൻറ്ററിൽ വെച്ചുകൊണ്ട് 40 mm ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഇപ്പം കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ എന്തായിരിക്കും ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് ഹെമിസ്ഫിയർ ആൻഡ് സ്പിയർ. പിന്നെ നിങ്ങളതിൻ്റെ ഇതിൽ ഡയമെൻഷനിങ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ഡയമെൻഷനിങ് ചെയ്യാം. ഓക്കെ, സൈഡിലേക്ക് ഡയമെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക്
ഇനി ഇതിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ വേണ്ടി നമ്മളെല്ലാം ട്രൂ ലെങ്തുകൾ മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം ഹെമിസ്ഫിയർ വരയ്ക്കുമ്പോൾ അതിൻ്റെ സ്ക്വയർ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ 60 മാത്രം എടുക്കുക. പിന്നെ ഹെമിസ്ഫിയറിൻ്റെ ആക്സിസിൻ്റെ അവിടുന്ന് മുകളിലോട്ടൊരു വെർട്ടിക്കൽ ഹൈറ്റ് എടുക്കുക. എന്നാൽ ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പിയറിൻ്റെ റേഡിയസ് ആയിട്ടുള്ള 20 എടുക്കുക കേട്ടോ. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് 1.22 R എന്ന് പറയുന്ന റേഡിയസിൻ്റെ സർക്കിൾ വരയ്ക്കുക. 1.22 R എന്ന് പറഞ്ഞാൽ 1.22 × 20 എടുക്കുക കേട്ടോ. സ്പിയറിൻ്റെ